സൂപ്പർ ലീഗ് കേരള സീസൺ 2 രണ്ടാം മലബാർ ഡേവിഡ് അവസാനിച്ചിരിക്കുകയാണ്. അതും കാലിക്കറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മലപ്പുറം FC-യെ 3-1 കാലിക്കറ്റ് FC പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മുജി, ഇന്നത്തെ മാച്ചിനെ പറ്റി എന്താ പറയാ? ഇന്ന് നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അതായത് 34,000 സംതിങ് ആളുകൾ. ആ 34,000 സംതിങ് ആളുകൾക്കും കൃത്യമായി വിരുന്നൊരുക്കുന്ന കളിയായിരുന്നു കാലിക്കറ്റ് FC-യുടെ 3-1 ജയം എന്ന് പറയുന്നത് ഒരു ഡോമിനേഷനുള്ള ജയം. സോ കാലിക്കറ്റ് FC ഇന്ന് വേണ്ട രൂപത്തിൽ ആരാധകരെ ട്രീറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഹബേ, ഇത് ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു കേരള ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എൻജോയ് ചെയ്യേണ്ടതായിരുന്നു ഈ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു സൈഡിൽ മലപ്പുറം FC-യുടെ ആരാധകർ, മറ്റൊരു സൈഡിൽ കാലിക്കറ്റ് FC-യുടെ ആരാധകർ. ആ ഒരു ഞാൻ ഗ്യാലറിയിൽ ഇരുന്നാണ് കളി കണ്ടത്. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളൊരു വൈബ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കാരണം നമ്മൾ കളി കൂടുതൽ എൻജോയ് ചെയ്യണോ അതോ ആ വൈബ് എൻജോയ് ചെയ്യണോ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. എനിക്ക് തോന്നുന്നു അബീബ് കാലിക്കറ്റ് ഫാൻസിന്റെ കൂടെ ആയിരുന്നു അല്ലേ? അബീബിന് കൃത്യമായി അത് ഫീൽ ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മലബാരിയൻസാണ്, നമ്മൾ മലബാറിന്റെ ആളുകളാണ്, ഇവിടുത്തെ ഫുട്ബോൾ ആവേശം കൃത്യമായി കാണുന്ന ആളുകളാണ്. ഹബീബ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ആളാണ് മലബാർ. അപ്പോൾ കാലിക്കറ്റിന്റെ ഒരു ഫുട്ബോൾ ജ്വരം അതെന്താണ് ഇന്ന് ശരിക്ക് അതെ, ഞാൻ മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കളി കാണുന്നത് എനിക്കൊന്ന് ഫൈനലിനേക്കാൾ വലിയ, കഴിഞ്ഞ വർഷത്തെ അതിനേക്കാൾ വലിയൊരു അറ്റൻഡൻസും അതുപോലെ തന്നെ എന്താ അത് നമുക്കൊരു പറയാൻ പറ്റാത്തൊരു ഫീൽ. എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും ആ ഒരു ഫീലിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഏറെ നാളിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്ര ഒരു വൈബിൽ നിന്നിട്ട് അതിന് രണ്ട് ടീമിന്റെ ഫാൻസിന്റെ ചാൻഡിങ്ങും അവർ സപ്പോർട്ട് ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു ടീമിന്റെ മാത്രമാണെങ്കിൽ അതാണ് ഈ ഒരു ഡേബീസ് വരുമ്പോൾ അതിനിപ്പോൾ SLKക്ക് തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു കേരള ഒരു ഇത് നടത്തുന്നു, അതൊരു ഡേബീസ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടും. കാരണം ട്രാവൽ ചെയ്ത് വരാം, മറ്റ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്ന ഒരു രീതിയിൽ അടുത്ത ജില്ലയാണ്, അവിടെ റൈവൽസ് ഉണ്ടാകും. ഹെൽത്തി റൈവലറി വരുമ്പോഴത്തേക്കും അതൊരു വേറെ വൈബ് തന്നെയാണ്. ശരിക്കും ആദ്യ ഗോള് പെരേരയിൽ നിന്ന് വരുന്നു അല്ലേ? അതെ, ആ ഗോള് പ്ലേസിംഗ് ആയിരുന്നു, അത് സേവിംഗ് ആയിരുന്നു, ഷാർപ്പ് ഷൂട്ട് ആയിരുന്നു? കണ്ടപ്പോൾ എന്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല ഗോളാണ്, അടിപൊളി ഗോളാണ്. പക്ഷെ ഗോൾ കീപ്പർക്ക് എന്തോ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു ഗോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലുപരി എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇന്നത്തെ കളി കാലിക്കറ്റ് FC 3-1 ജയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കളി മലപ്പുറവുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷനിൽ ഒരു 1-1 ഡ്രോ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് മാറ്റം സംഭവിച്ചത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് ഗനി. ആവശ്യമില്ലാത്തൊരു റെഡ് കാർഡ് ഇന്ന് വാങ്ങിയതാണ് ഇന്നത്തെ മത്സരം തിരിച്ചത് എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. കാരണം രണ്ടാമത്തെ യെല്ലോ വാങ്ങേണ്ട ആ ടാക്കിള് ജസ്റ്റ് ഒരു പാസ് മാത്രമായിട്ട് പോകുന്ന ഒരു ബോളിനെയാണ് അനാവശ്യമായ ഒരു ടാക്കിലേക്ക്. അതിനുശേഷമാണ് മലപ്പുറം ഒന്ന് അടിച്ചത് പോലും. ഓക്കെ, അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടിയും നല്ല രൂപത്തിൽ 11v11 കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മലപ്പുറത്തിന് അനുകൂലമായേക്കാം, അല്ലെങ്കിൽ മിനിമം ഒരു സമനിലയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മലപ്പുറം ജയിക്കായിരുന്നെങ്കിൽ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സുമായിട്ടും കൊമ്പൻസുമായിട്ടും ഭയങ്കരമായ ഒരു മത്സരം 4ാം സ്ഥാനത്തേക്ക് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കളി കണ്ണൂർ തോൽക്കുകയും കൂടി ചെയ്താവാം. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മലപ്പുറം സമനിലയെങ്കിലും പിടിക്കണമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ, എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം FC-യുടെ വിങ്ങേഴ്സിന്റെ ഹൈറ്റ് കുറവ് ഈ കളിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നി. കാരണം ആ 3ാമത്തെ ഗോളൊക്കെ വന്നത് അല്ലെ, ശരിക്കും ആ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ബോൾ ഹൈറ്റ് കുറവ് മൂലം എന്ത് ചെയ്യാൻ പറ്റിയില്ല, പിടിക്കാൻ പറ്റിയില്ല. ഫീൽ ചെയ്തു അതിക്ക്? അതെ, അത് സ്വാഭാവികമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ആദ്യ ഹാഫിൽ തീർച്ചയായിട്ടും കാലിക്കറ്റ് FC-യുടെ ഒരു ഡോമിനേഷനാണ്. പക്ഷേ ആ ഒരു റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ആ ഗോള് വന്നു, ആ ഒരു ചെറുത്തുനിൽപ്പ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഡ്രോ പോലും അത് മതിയാകും. കാരണം ആ ഒരു 10 പേരായിട്ട് ചുരുങ്ങിയ ഒരു സിറ്റുവേഷൻ ആണല്ലോ. കാര്യമില്ല, 10 പേര് അടങ്ങിയ ഒരു സമയത്ത് ഒരു ഗോൾ അടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു മത്സരം തോറ്റു നിൽക്കുന്ന ഒരു ടീം 10 ആളായി റെഡ് കാർഡ് വാങ്ങി ചുരുങ്ങിയതിന് ശേഷം ഒരു ഗോൾ അടിക്കാനുള്ള കറേജ് കാണിക്കുക, വീണ്ടും മത്സരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെ. ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രീ കിക്കിലൂടെ മലപ്പുറം തിരിച്ചടിക്കുന്നു. ആ സമയത്ത് ഗാലറി ഇങ്ങനെ നിറഞ്ഞാടുന്നുണ്ട് അല്ലേ? അതെ, എന്തായിരുന്നു ആ സിറ്റുവേഷൻ? പിന്നെ വീണ്ടും മലപ്പുറം FC-യുടെ ഗോൾ പോസ്റ്റിലേക്ക് 2 ഗോൾ കൂടെ പിറക്കുന്നു. അവസാനം 3-1. ഇനി ഒരു മലബാർ ഡേബി ഈ സൂപ്പർ ലീഗ് കേരള സീസൺ 2 നമുക്ക് കാണാൻ പറ്റുമോ?
അത് മലപ്പുറത്തിന്റെ പെർഫോമൻസ് പോലെയും. കാരണം കാലിക്കറ്റ് സെമി ഫൈനലിൽ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി ഇന്നത്തെ ഒരു മത്സരം. ഇനിയിപ്പം മറ്റ് ടീമുകളുടെ പെർഫോമൻസുകളാണ് വളരെ ഇമ്പോർട്ടന്റ്. ഫോസ കൊച്ചി ഓൾറെഡി ഔട്ടായി. ഇനി ബാക്കി ടീമുകളാണ് ഇനി കാരണം വലിയ ഡിഫറൻസുകളില്ല, പോയിന്റ്സ് വലിയ ഡിഫറൻസുകളില്ല. അപ്പം അത് ക്രൂഷ്യലായിട്ട് വരും. ഇനി ഓരോ മത്സരത്തിൽ ഇപ്പോൾ ഓരോ സമനിലയായാലും ഡ്രോ ആയാലും മറ്റ് ഒരു ടീമിന് ഗുരിയാവും. ഇപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ, ചിലപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷ് സിറ്റുവേഷനിലേക്ക് പോയേക്കാം. ചിലപ്പോൾ ലാസ്റ്റ് വീക്കിലായിരിക്കും എനിക്ക് തോന്നുന്നത് ചിലപ്പം അവസാനത്തെ 3 പേരെയും ചിലപ്പോൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ 2 പേരെയും തീരുമാനിക്കുന്ന ആ ഒരു മത്സരമാവും. ചിലപ്പം അതൊരു നോക്കൗട്ടിന്റെ ഒരു ത്രില്ല് തരുന്ന മത്സരങ്ങളൊക്കെ ആയേക്കാം. പറഞ്ഞതുപോലെ ഇന്നത്തെ മത്സരം സമനിലയായെങ്കിൽ കൂടി ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ണൂർ തോൽക്കുകയും ഇന്ന് മലപ്പുറം തോൽക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും കോമ്പറ്റീഷൻ അതിൻ്റെ ഒരു ലെവലിലേക്ക് പോകാം. ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞ പോലെ എക്സാക്ട്ലി കറക്റ്റാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ മത്സരത്തിലെ ഞാൻ ഇഷ്ടപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് അഭിനയ പ്ലെയറാണ്. കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അതുകൊണ്ട്. കാരണം ഞാൻ ഗാലറിയുടെ ഒരു വൈബ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ജിങ്കാരിക്കും കുറച്ചും കൂടി മാച്ചിനെ കറക്റ്റ് ആയിട്ട്. ഈ ജില്ല KL11 ആണ്. ഇന്ന് കാലിക്കറ്റ് KL11 എല്ലാം പറഞ്ഞത്. എന്റെ അഭിപ്രായത്തില് അയാളെ ജനുവരികളിൽ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നിന്നിട്ട് ആ ടീമിനെ ബാലൻസ് ചെയ്തത്, അവസാനം അതിനർഹിച്ച അംഗീകാരം എന്നോളം ഒരു ഗോൾ അടിക്കാൻ പറ്റിയത് ഒക്കെ ഇതിലായിരുന്നു. ഞാൻ കൃത്യമായിട്ട് അയാളെ പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം FC ഇതുവരെ കോച്ച് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കോച്ചിനെ മാറ്റി എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് കോച്ചായിരുന്നു കോച്ചായിട്ട് വന്നിരുന്നത്. അത് ശരിക്കും മലപ്പുറം FC ബാധിച്ചിട്ടുണ്ടോ? അത് ഇപ്പൊ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാച്ചിന് മുൻപാണ് കോച്ചിന്റെ ഒരു വിടവാങ്ങൽ സംഭവിക്കുന്നത്. അപ്പം ഇതിന് 2 എഫക്റ്റുകൾ ഉണ്ടാകാം. കാരണം ഇപ്പം കോച്ചിന്റെ അണ്ടറിൽ നിരന്തരം ഡ്രോസ് ആണ്. ഇത്രയും നല്ലൊരു ടീമിനെ വെച്ചിട്ട് വിജയങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു പരാതിയുണ്ട്. സാധാരണഗതിയിൽ ഒരു പുതിയ കോച്ച് വരുന്ന സമയത്ത്, അതായത് ഒരു കോച്ച് പോയി ഒരു പുതിയ പരിശീലകൻ വരുന്നൊരു സമയത്ത് ചിലപ്പോൾ ഒരു ന്യൂ മാനേജർ ബൗൺസ് അങ്ങനെയുള്ള രീതിയിലുള്ള പെർഫോമൻസുകൾ വന്നേക്കാം. അതൊരു സൈഡാണ്. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ബാധിച്ചേക്കാം. എന്താണെങ്കിലും നമുക്കൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് കിട്ടി എന്ന് പറയുന്നതാണ് ഈ ഒരു മത്സരത്തിന്റെ. പക്ഷേ റിസൾട്ട് അനുകൂലമായിട്ട് വന്നില്ല മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. അഭിയു പറഞ്ഞ അതേ പോയിന്റ് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കോച്ചിനെ പുറത്താക്കി. സനൂഷ് രാജ് നമ്മളെ പ്രിയപ്പെട്ട സനൂഷ് ചേട്ടൻ ടീമിനെ ഏറ്റെടുത്തു. ആ ടീം കിടിലൻ റിസൾട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആ ടീമിന്റെ അടുത്ത് വന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാണ്. ഇന്ന് കേരളത്തിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് കോച്ചസിൽ ഒരാളായിട്ട് ഞാൻ കാണുന്ന ആളാണ് സനൂഷ് രാജ്. ബ്രില്യൻ, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന, കൃത്യമായ ധാരണയുള്ള, സ്വന്തമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി ടീമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കോച്ച്. എന്തായാലും വരും ദിവസങ്ങളിൽ സനൂഷ് രാജിന്റെ കീഴിൽ എന്തായാലും ഫോസ കൊച്ചി ഒരു നല്ല മുന്നേറ്റം നടത്തുന്ന കൃത്യമായ വിശ്വാസം എനിക്കുണ്ട്. ബാക്കി എന്താണെന്നുള്ള നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും മലബാർ ഡേബി ഇവിടെ അവസാനിച്ചു. ഇനിയും മലബാർ ഡേബി നടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സൂപ്പർ ലീഗ് കേരള ശരിക്കും ഫോട്ടോ ഫിനിഷിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ സെമി ഫൈനലിൽ ഉണ്ടാവും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കളികൾ ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെമി ഫൈനലിൽ എത്തുന്ന 4 ടീമുകളെ പറയാൻ പറ്റുകയാണെങ്കിൽ അതെ, ഏതൊക്കെ ടീമുകളായിരിക്കും അത്? അബി, ഏതൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ ഒരു പ്രഡിക്ഷൻ കാലിക്കറ്റ് FC ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതിനോടൊപ്പം ഡെഫിനറ്റ്ലി ഇല്ലെങ്കിൽ അത് അനീതിയായി മാറും. കാരണം ഈ ആംബിയൻസ് വേറെ എവിടെ കേരളത്തിൽ ഈ വർഷം പറഞ്ഞോ. കാലിക്കറ്റ് FC തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനോടൊപ്പം നിലവിൽ ഞാൻ മുമ്പ് SLKയുടെ ഒരു പ്രഡിക്ഷൻ നടത്തിയപ്പം കണ്ണൂർ വാരിയേഴ്സ് ആയിരുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് തിരുവനന്തപുരം കൊമ്പൻസ് ഒരു തരത്തിൽ കയറി വരാം എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും മലപ്പുറം FC തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അടുത്ത ടീമിന്റെ കാര്യം തൃശ്ശൂർ മാജിക് ഡെഫിനറ്റ്ലി അവര് ഇത്തവണ ഏറ്റവും മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വന്നെങ്കിലും എന്താണെങ്കിലും അവർക്ക് ആ ഒരു ടീമുണ്ട്, ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും എന്താണ് ഇന്ത്യാസോടെ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള എന്റെ പ്രൊഡിക്ഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് കണ്ണൂർ വാരിയേഴ്സ് എന്തായാലും പുറത്താവും. ബാക്കി ആ 4 ടീമുകൾ ഉണ്ടാവും. കണ്ണൂർ വാരിയേഴ്സ് പുറത്താവുന്നതാണ് അത് ഞാൻ കണ്ണൂർ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇന്നെന്തായാലും നമ്മളെ കാലിക്കറ്റ് FC ഉണ്ടാവും. രണ്ടാമത് തൃശ്ശൂർ മാജിക് ഉണ്ടാവും, കൊമ്പൻസ് ഉണ്ടാവും. 4ാമതായിട്ട് ഐ വിൽ ഗോ വിത്ത് കണ്ണൂർ വാരിയേഴ്സ്. തോറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ. പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമുകളിൽ ഒന്നാണ്.
but I believe so. ഓക്കെ. എനിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഹോം മാച്ചിൽ ഇപ്പോഴും വിജയിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ട്. ശരിയാണ്, ഇതുവരെ വിജയിച്ചിട്ടില്ല ഹോം മാച്ചിൽ. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതെല്ലാം ടീമുകൾ സെമി ഫൈനലിൽ എത്തും. തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് ഇനി പറയേണ്ടത്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു.